9th സ്റ്റാൻഡേർഡ് മാത്സ് പോളിനോമിയൽ പിക്ചേഴ്സിലെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നുള്ള പാട്ടാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ടൊരു ഗ്രാഫ് വരേണ്ട ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമ്മൾ എക്സിന് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്താണ് കിട്ടുക? ആദ്യം തന്നെ -3 കൊടുക്കുന്നു. -3 കൊടുക്കുമ്പോൾ എക്സ്, അതായത് എക്സ് സ്ക്വയർ എന്താവും? 9 ആവും, പോസിറ്റീവ് ആവും. -2 കൊടുക്കുമ്പോൾ 4 വരും. -1 കൊടുക്കുമ്പോൾ 1 വരും. 0 കൊടുക്കുമ്പോൾ 0 തന്നെ. 1 കൊടുക്കുമ്പോൾ 1, 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4, 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ 9. നമ്മൾ ഈ പി ഓഫ് എക്സിൻ്റെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫ് വരയുമ്പോൾ നിർബന്ധമായിട്ടും നെഗറ്റീവും പോസിറ്റീവും കൊടുക്കണം. അപ്പോഴും മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ. ഇത് ഗ്രാഫ് ആയി കഴിഞ്ഞാലും നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് നമുക്കിപ്പോൾ 0, 1, 2 അങ്ങനെയുള്ള നമ്പർ കൊടുത്താൽ നമുക്കതിൻ്റെ മോഡൽ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു കറക്റ്റ് ഫിഗർ വരണമെങ്കിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും കൊടുത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. -3, 9. -3 എടുക്കുന്നത് നമ്മുടെ -3 എടുക്കുന്നതാണ് -3 എന്ന് പറയുന്നത്. -3 എടുക്കുന്ന മുകളിലോട്ടേക്ക് 9, ഇതാണത്. അടുത്തത് -2, 4. -2 എടുക്കുന്ന മുകളിലേക്ക് 4. -1 എടുക്കുന്ന മുകളിലേക്ക് 1. 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. അടുത്തത് 1 കൊടുക്കുമ്പോൾ 1 തന്നെ, 1 കൊടുക്കുമ്പോൾ 1 തന്നെ. 2 കൊടുക്കുമ്പോൾ 4 കിട്ടുന്നു, 2ൻ്റെ നേരെ 4 മാർക്ക് ചെയ്യാം. 3 കൊടുക്കുമ്പോൾ 9 കിട്ടുന്നു. നമ്മളിനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഗ്രാഫ് നമ്മൾ ഈ പോയിൻ്റ് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു യു മെത്തേഡിൽ പോയിട്ട് ഇങ്ങനെ വരിക. അതായത് യു മെത്തേഡിലാണ് ഈ ഗ്രാഫ് ഉണ്ടാവുക. ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക്. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ വരയ്ക്കുന്ന ഒരു ഗ്രാഫാണിത്. ചെറിയ ഇതിലെല്ലാം നമ്മൾ കളിക്കൊടുക്കുക, അതിലൊക്കെ കുത്തുകൾ യോജിപ്പിക്കുന്നത് ചെയ്യുന്നില്ല, അതേപോലെയാണ് ഗ്രാഫ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ പി ഓഫ് എക്സ് ഏത് തന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ എക്സിന് വില കൊടുക്കുക. എക്സിന് വില കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് കിട്ടുന്നത് വെച്ചിട്ട് ഗ്രാഫ് വരിക. അടുത്തത് നമ്മൾക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒന്നൊരു ഗ്രാഫില്ല, 3 ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ കണ്ടെത്തുക വേണ്ടത്. നേരത്തെ നമ്മൾ പോളിനോമിയൽ തന്നിട്ട് നമ്മൾ ഗ്രാഫ് വരിക ചെയ്ത്, ഇവിടെ ഇപ്പം ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് വരുന്ന പി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇതിലുള്ള പോയിൻറ്റ്സ് ഇവിടെ 3 എന്നുള്ള അടുക്കൊരു പോയിൻ്റ് ഉണ്ട്, അതുപോലെ 1ൻ്റെ അടുക്കൊരു പോയിൻ്റ് ഉണ്ട്, 3ൻ്റെ അടുക്കൊരു പോയിൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ എക്സും പി ഓഫ് ഇത് എക്സ് എന്ന് പറയുന്ന ലൈനാണ്, ഇത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ലൈനാണ്. അതും നമ്മുടെ ഈ കേവ് കണ്ട്, ഈ റെഡിലുള്ള ഈ കേവ്, അത് കൂട്ടിമുട്ടുന്ന പോയിൻ്റുകൾ. അപ്പോൾ ഇവിടെ മുട്ടുന്നത് 3 എന്ന് പറയുന്ന പോയിന്റിലാണ്, ഇവിടെ മുട്ടുന്നത് 1ലാണ്, അതുപോലെ ഇവിടെ 3ലാണ്. ഇനി ഈ പോയിന്റിന് നമ്മൾ 0, 3 എന്ന് പറയാം. 0 കൊടുക്കുമ്പോൾ 3 കിട്ടുന്നു. ഈ പോയിന്റിന് നമ്മൾ 10 എന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേത്തെ വീഡിയോയിൽ, നമ്മൾ ഈ എക്സിൻ്റെ ലൈനിൽ നമ്മൾ എക്സിലെ പോയിൻ്റാണ് ആദ്യം പറയാം. അപ്പോൾ എക്സിലെ പോയിൻ്റ് 1 കൊടുക്കുമ്പോൾ 0, എക്സിലെ പോയിൻ്റ് 3 കൊടുക്കുമ്പോൾ 0. പിന്നെ ഈ വൈയിലെ പോയിൻ്റ് പി ഓഫ് എക്സിലെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യം 0യും പിന്നെ 3യുമാണ് എഴുതുക. അതായത് ഈ ലൈനിലെ പോയിൻ്റ്, കുത്തനെയുള്ള വരയിലെ പോയിൻ്റ് ആകുമ്പോൾ ആദ്യം 0യും പിന്നെ നമ്പറുമാണ് ഉണ്ടാവുക. ഇനി ഈ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പി ഓഫ് എക്സ് എന്താണ് വരിക എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രീൻ്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാണുക. നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ്. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോൾ അത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നായിട്ട് മാറും. ഞാനിപ്പോൾ നിങ്ങളോട് ഗ്രാഫിലെ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ഉണ്ട്, അതുപോലെ 30 ഉണ്ട്, 03 ഉണ്ട്. ഇങ്ങനെയുള്ള 3 പോയിൻ്റാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചോദിച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് എഴുതുക. ഇത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രീൻ്റെ ജനറൽ ഇക്വേഷനാണ്. ഇനി നമ്മുടെ ആദ്യം പി ഓ 0 കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പി ഓ 1 ആദ്യം കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ 0 ഉണ്ടെങ്കിൽ 0ൻ്റെ വാല്യൂ, നമ്മുടെ എക്സിൻ്റെ പ്ലേസിൽ 0ൻ്റെ വാല്യൂ ആണ് ആദ്യം കൊടുക്കേണ്ടത്. കാരണം ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളതിന് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാൻ ആദ്യം എഴുതുമ്പോൾ ഞാൻ 1 എന്ന് എഴുതിപ്പോയി, അതുകൊണ്ട് മാറ്റിയതാണത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടഫായിട്ട് വരും. അതുകൊണ്ട് ആദ്യം നമ്മൾ 0 പോയിൻ്റ് ഉണ്ടെങ്കിൽ, അതായത് എക്സിൻ്റെ പ്ലേസിൽ 0 ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം എക്സിൻ്റെ പ്ലേസിൽ 0 വരുമ്പോൾ പി ഓഫ് എക്സ് 3 ആണ് അല്ലേ. അപ്പോൾ 0, ഇപ്പോൾ പി ഓഫ് 0 3 എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ പി ഓഫ് 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുക, 0 കൊടുക്കലാണ്. അപ്പോൾ a ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് b ഇൻറ്റു 0 പ്ലസ് c ഈക്വൽ ടു 3 എന്ന് വരും. ഇതും 0 ആവും, ഇതും 0 ആവും, പിന്നെ c മാത്രമേ ഉണ്ടാവുള്ളൂ. cൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിന് 1 ഏതാണ്, എക്സ് 1 കൊടുക്കും. അതായത് പി ഓഫ് 1 കൊടുത്താൽ അതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പോൾ പി ഓഫ് 1 കൊടുത്താൽ അത് 0 ആണെന്ന് അർത്ഥം. അതായത് പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണെന്ന് അർത്ഥം. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, പി ഓഫ് 1 കൊടുക്കും, ആൻസർ 0 അടുത്ത സ്റ്റെപ്പിൽ എഴുതുമ്പോൾ a ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് b ഇൻറ്റു 1 പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് വരും. പിന്നെ a ഇൻറ്റു 1 സ്ക്വയർ 1 ആണ്. ആ 1ഉം എയും a വരും. a പ്ലസ് b ഈക്വൽ ടു ഈ പ്ലസ് 3, അതായത് നമ്മുടെ സീൻ്റെ വില ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്നുള്ളതിൻ്റെ സീൻ്റെ വില 3 എന്ന് അവിടെ ഇട്ട് കൊടുക്കും. ആ 3 എന്നുള്ളത് പോസിറ്റീവ് ആണ്. അത് ഈക്വൽ ടു ഇതിൻ്റെ ഇപ്പുറം പോകുന്ന സമയത്ത് ആ 3 -3 ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ടിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാം. ഇത് നമ്മുടെ ആദ്യത്തെ പാർട്ടിലുള്ള ചാപ്റ്ററിൽ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, 2 ഇക്വേഷൻ, പേഴ്സ് ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് പി ഓഫ് 3 ഈക്വൽ ടു 0. പി ഓഫ് 3 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സിലെടുക്കുക, 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ax സ്ക്വയർ a ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് b ഇൻറ്റു 3 പ്ലസ് 3 ഈക്വൽ ടു 0. അതായത് ax സ്ക്വയർ പ്ലസ്, ഇത് പ്ലസ് ആണ്, സോറി, ax സ്ക്വയർ പ്ലസ് bx പ്ലസ് സീൻ്റെ വില 3 ആണ്, ഈക്വൽ ടു 0 എന്നിടും. അവിടെ 3 സ്ക്വയർ 9, അങ്ങനെ 9a പ്ലസ് b3 എന്ന് പറയുമ്പോൾ 3b ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ പ്ലസ് 3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -3 എന്ന് കിട്ടും. ഇത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു, ഇവിടെ 3 ഈക്വൽ ടു 0 വന്നു, പിന്നെ അടുത്തതിൽ ഈ 3 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -3, അങ്ങനെ 2 ഇക്വേഷൻ കിട്ടി. ഇനി ഓർമ്മിക്കേണ്ടത് നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമ്മൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആണോ എന്നാണ് നോക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ എയും ബിയും ആയതുകൊണ്ട് ഇവിടെ എൻ്റെ കൂടെ 1 ആണ്, ഇവിടെ എൻ്റെ കൂടെ 9 ആണ്, ഇവിടെ ബീൻ്റെ കൂടെ നമ്പറില്ല, ഇവിടെ നമ്പറില്ലെന്നാണ്, അവിടെ 1 ആണ്, ബീൻ്റെ കൂടെ 3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനാണ് എ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ 9 കൊണ്ട് ഇൻഡ് ചെയ്യും. അപ്പോൾ 9 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ 9a പ്ലസ് 9b ഈക്വൽ ടു 27 എന്ന് കിട്ടും. അത് -27 ആണ്, -3 ആയതുകൊണ്ട് -27 കിട്ടിയിട്ട് അവിടെ 3 എന്ന് നമ്പർ ഇടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 നമ്മൾ മാറ്റിയിട്ട് 3 ആയി. ഇനി നമ്മൾ 3യും 2 മാത്രമേ എടുക്കണ്ടൂ. 3 - 2 എന്ന് എഴുതാം. അപ്പോൾ 3 - 2 എന്ന് പറയുമ്പോൾ 3 - 2 3, 9a പ്ലസ് 9b ഈക്വൽ ടു -27 ആണ്. 2 എന്ന് പറയുന്നത് 9a പ്ലസ് 3b ഈക്വൽ ടു -23 ആണ്. ഇവിടെ -27 മൈനസ് എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആവും. അപ്പം -27 പ്ലസ് 3 എന്നാണ് വരിക. അപ്പോൾ ഇത് -24 വരും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആകുമ്പോൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നോടും, അപ്പോൾ ഇത് -24 കിട്ടും. പിന്നെ 9b - 3b 6b കിട്ടും. 9a - 9a 0 കിട്ടും. അപ്പോൾ 6b ഈക്വൽ ടു -24 ആകുമ്പോൾ b ഈക്വൽ ടു -24/6 ഈക്വൽ ടു -4 കിട്ടും. ബീൻ്റെ വില -4 കിട്ടിയിട്ടുണ്ട്. ഇനി -4 എവിടെ കൊടുക്കുക, നമ്മുടെ ഇക്വേഷൻ ഇവിടെ കൊടുക്കുക, -4 എന്നുള്ളത്. അപ്പോൾ a പ്ലസ് -4 ഈക്വൽ ടു -3 എന്ന് വരും. b ഈക്വൽ ടു -4 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1, a പ്ലസ് b ഈക്വൽ ടു -3, a പ്ലസ് -4 ഈക്വൽ ടു -3, a ഈക്വൽ ടു ഇവിടെ ഓൾറെഡി -3 ഉണ്ട്, ഈ -4 ഈക്വൽ ടു അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് +4 ആവും, ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ ഇവിടെ -3യും +4ഉം ആയതുകൊണ്ടാണ് 1 വരുന്നത്, കാരണം 4 പോസിറ്റീവ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അപ്പോൾ പോസിറ്റീവ് 1 എന്നാണ് വരിക, 1 എന്ന് എഴുതിയാൽ മതി. ഇനി നമ്മുടെ പി ഓഫ് എക്സ് ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ആണ്. എൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 × x² പ്ലസ് ബീൻ്റെ വില നമുക്ക് -4 കിട്ടിയിട്ടുണ്ട്, -4 × x പ്ലസ് സീൻ്റെ വാല്യൂ 3. അപ്പോൾ 1 × x² എന്ന് പറയുമ്പോൾ x² വരും, ഇത് -4x പ്ലസ് 3 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി ഇതേപോലെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതേപോലെ മീറ്റിംഗ് പോയിന്റ് നോക്കാം. ഇവിടെ 0 4 ആണ്, പിന്നെ 1 0 ഉണ്ട്, 2 0 ഉണ്ട്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. നമ്മുടെ പോയിന്റിൽ നോക്കിയാൽ മതി, ഈ ലൈനിലാകുമ്പോൾ 0 4 ഉണ്ട്, പിന്നെ 1 0 ഉണ്ട്, 2 0 ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം PO 0 കൊടുക്കും. ആദ്യം 0ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്,
എക്സ് 0 ആകുമ്പോൾ ആദ്യം 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പി ഓഫ് 0 കൊടുക്കുമ്പം എ ഇൻറ്റു 0² പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ഈക്വൽ ടു 4. നമ്മുടെ 0 കൊടുക്കുമ്പോൾ 4 ആണെന്ന് അവിടെ ഉണ്ട്. അപ്പോൾ സീൻ്റെ വാല്യൂ 4 കിട്ടും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് 1 കൊടുക്കലാണ്. പി ഓഫ് 1 ഈക്വൽ ടു 0. പി ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ 1 എ ഇൻറ്റു 1² പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി എന്ന് പറയുന്നത് 4 ഇട്ട് കൊടുക്കുക. അങ്ങനെ എ പ്ലസ് ബി ഈക്വൽ ടു -4. നേരത്തെ ചെയ്ത പോലെ തന്നെ അത് -3 വരുന്നത്. ഇനി അടുത്തത് പി ഓഫ് 2 ഈക്വൽ ടു 0 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ 0. പി ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എ ഇൻറ്റു 2² എ x² പ്ലസ് ബി എക്സ് പ്ലസ് സി 4 ആണ് ഈക്വൽ ടു 0. 2² എന്ന് പറയുമ്പോൾ 4 വരും. 4a പ്ലസ് 2b പ്ലസ് 4 ഈക്വൽ ടു 0 വരും. പിന്നെ 4a പ്ലസ് 2b ഈക്വൽ ടു പ്ലസ് 4 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -4 വരും. അങ്ങനെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പം എ പ്ലസ് ബി ഈക്വൽ ടു -4 ഉള്ളൂ. സെക്കൻഡ് ഇക്വേഷൻ്റെ ഇവിടെ 4 ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 1നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 1 ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഈക്വൽ ടു -4 ആണ്. അപ്പോൾ ഇതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4a പ്ലസ് 4b ഈക്വൽ ടു -16 എന്ന് വരും. അങ്ങനെ -16 എന്ന് വരും. അങ്ങനെ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കും. അടുത്തത് 3 - 2 ആണ്. ഇതിൻ്റെ അകത്ത് ഇത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന സമയത്ത് -16 മൈനസ് എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആവും. അങ്ങനെ -12 ആണ് കിട്ടുക. 4b - 2b കിട്ടും. 4a - 4a 0 കിട്ടും. 2b ഈക്വൽ ടു -12. 2b ഈക്വൽ ടു -12 ആകുമ്പോൾ b ഈക്വൽ ടു -12/2 -6 കിട്ടും. അപ്പോൾ ഇനി -6 എവിടെ കൊടുക്കുക? 1ൽ കൊടുക്കുക. 1ൽ കൊടുക്കുമ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു -4 ആണ്. അപ്പോൾ എ പ്ലസ് മൈനസ് ബിൻ്റെ വില -6 ആണ്. എ പ്ലസ് ബി -6 ആണ്. ബിൻ്റെ വില -6 ഈക്വൽ ടു -4 കിട്ടും. എ ഈക്വൽ ടു -4 ഉണ്ട്. ഈ -6 അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് +6 ആവും. അങ്ങനെ 6 - 4 എന്നാണ് വരിക. 2 ആണ് കിട്ടുക ആൻസർ. 6 പോസിറ്റീവ് ആയതുകൊണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ്റെ വാല്യൂ എന്താണ് കിട്ടിയത്? 2 ആണ്. അപ്പോൾ 2x² പ്ലസ് ബിൻ്റെ വില -6 ആണ്. അതുകൊണ്ട് -6x പ്ലസ് 4. സിൻ്റെ വാല്യൂ 4. അടുത്തത് അതിൽ നമ്മുടെ പേജ് നമ്പർ 221 ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഇതാ ഇങ്ങോട്ടേക്ക് വരുന്ന നെഗറ്റീവ് സൈഡിലേക്കാണ്. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 0ൻ്റെ എടുക്കുന്നത് താഴോട്ടേക്ക്. അപ്പോൾ 0 - 3 എന്നാണ് വരിക. ഇവിടെ 1 0യും വരും, 3 0യും വരും. ഈ പോയിൻ്റ് മാത്രമേ ഉള്ളൂ 0ൻ്റെ എടുക്കുന്നത് താഴോട്ടേക്ക്. അപ്പോൾ 0ൻ്റെ -3 വരും. ഇത് ഈ പോയിൻ്റ് വരിക 1 0യും ഇത് 3 0യും ആണ് വരിക. 0ൻ്റെ എടുക്കുന്ന 1 യൂണിറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഈ പോയിന്റിൽ എഴുതുമ്പോൾ ഫസ്റ്റ് എക്സിലെ പോയിന്റ് എഴുതുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 0യും 3 0യും ആണ് വരിക. അപ്പോൾ ആദ്യം തന്നെ പി ഓഫ് x² പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് എഴുതാം. പിന്നെ നമ്മൾ പി ഓഫ് 0 കൊടുക്കുമ്പോൾ -3 ആണ്. -3 ഇട്ട് കൊടുത്തു. എ ഇൻറ്റു 0² പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ഈക്വൽ ടു -3 എന്ന് വന്നു. അപ്പോൾ ഇത് 0 ഇത് 0. സിൻ്റെ വാല്യൂ -3 എന്ന് കിട്ടി. അടുത്തത് പി ഓഫ് 1 ഈക്വൽ ടു 0. പി ഓഫ് 1 ഈക്വൽ ടു 0. അപ്പോൾ ax² പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. എ പ്ലസ് ബി ഈക്വൽ ടു ഈ -3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ +3 ആവും. അങ്ങനെ എ പ്ലസ് ബി ഈക്വൽ ടു 3. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാം. ഇത് ഈക്വൽ ടു അങ്ങോട്ടേക്ക് പോകുമ്പോൾ -3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഇതിൻ്റെ 3ൻ്റെ വാല്യൂ ഇടുക. എ ഇൻറ്റു 3² പ്ലസ് പി ഓഫ് 3 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് എ ഇൻറ്റു 3² പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് -3 ഈക്വൽ ടു 0. ഇത് സി ആണ്. ax² പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. സിൻ്റെ വാല്യൂ -3 ആയതുകൊണ്ട് അവിടെ ഇട്ട് കൊടുക്കുക. 3² 9a പ്ലസ് 3b ഈക്വൽ ടു ഈ 3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് 3 ആയിട്ട് മാറും. -3 + 3 ആയിട്ട് മാറും. അങ്ങനെ 2 ഇട്ട് ബ്ലോക്ക് ചെയ്യാം. ഇനി ഫസ്റ്റ് ഇക്വേഷന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ 9 ആയതുകൊണ്ട്. അപ്പോൾ 9a പ്ലസ് 9b ഈക്വൽ ടു 27. ഇത് തേർഡ് ഇക്വേഷൻ. ഇനി 3 2 മൈനസ് ചെയ്യാം. 3 എന്ന് പറയുമ്പോൾ 9a പ്ലസ് 9b ഈക്വൽ 27 മൈനസ് 9a പ്ലസ് 3b ഈക്വൽ ടു 3. 27 - 3 എന്ന് പറയുമ്പോൾ 24 വരും. 9b - 3b 6 വരും. 9a - 9a 0 വരും. അപ്പോൾ 6b ഈക്വൽ ടു 24. b ഈക്വൽ ടു 24/6 4 എന്നാണ് വരിക. ബിൻ്റെ വാല്യൂ 4 എവിടെ കൊടുക്കാം? 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1 ഇക്വേഷൻ a പ്ലസ് ബി ഈക്വൽ ടു 3 ആണ്. അപ്പോൾ അത് a പ്ലസ് ബിൻ്റെ വില 4 ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ a ഈക്വൽ ടു ഇവിടെ 3 ഉണ്ട്. ഈ +4 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -4 ആവും. അപ്പോൾ 3ന്ന് 4 മൈനസ് ചെയ്താൽ -1. 4 - 3 1 ആണ്. 3 × 4 മൈനസ് ചെയ്താൽ -1 ആണ് വരിക. നമ്മുടെ പി ഓഫ് എക്സ് ഈക്വൽ ടു ax² പ്ലസ് ബി എക്സ് പ്ലസ് സി വരും. ax² എന്നുള്ള എൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ -1x² പ്ലസ് ബിൻ്റെ വില 4 ആണ്. 4x പ്ലസ് സിൻ്റെ വില -3 ആണ്. അപ്പോൾ ഇവിടെ -1x² -x² പ്ലസ് 4x ഈ പ്ലസ് മൈനസ് ആകുമ്പോൾ മൈനസ് വരും.
അപ്പോൾ ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാവരും ഒരുപാട് പ്രാവശ്യം എഴുതി പഠിക്കാം. ഇത് 1 ചെയ്ത് 2 ചെയ്ത് 3ാമത്തെ ചാൻസ് ആകുമ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.